I feel like I'm losing my mind. Is everybody in the world blind? ബിറ്റ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങള് നാട്ടെ ജോലിക്ക് പോവുകയാണ് കേട്ടോ. ഉച്ചക്ക് വീട്ടിൽ ചെന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കി. ഇന്ന് ഞങ്ങള് പയറ് വെള്ളത്തിയിട്ട് കുരിപ്പിച്ചിട്ട് അത് കഴിച്ചിട്ടോ. അതും ബ്രെഡും അടിപൊളിയായിരുന്നു. ചോറ് കഴിക്കാത്ത വിഷമമുണ്ട്. അത് ഇച്ചാൽ എന്നും ചോറ് കഴിച്ച് കൊടവയറൊക്കെ ചാടിച്ചു പറ്റും. ഞാൻ പറഞ്ഞു കൊടവയറൊക്കെ മലയാളീസിന് ചോറില്ലാതെ പറ്റത്തില്ല. അങ്ങനെ ഇന്ന് പയറ് കുരിപ്പിച്ചതും ബ്രെഡും ഒക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ ഒരു ഈ ലെബനോൺ കുബൂസ് എന്ന് പറയും. അത് വേറെ വെറൈറ്റി നോർമൽ കുബൂസ് അല്ല, ക്രിസ്പി ആയിട്ടുള്ള ഒരു ടൈപ്പ് കുബൂസ്. അതിനകത്താണെങ്കിൽ ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. എന്താ റവ പോലത്തെ എന്തോ അതിന്റെ പെറുത്തൂടെ ഇങ്ങനെ റവ പോലെ എന്തോ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനെ തിന്നുമ്പോ നല്ല കറുമുറാന്നിരിക്കും കേട്ടോ. പക്ഷെ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് വാങ്ങിച്ചു കഴിച്ചു. ബാക്കി കുറെ ഉണ്ടായിരുന്നു. ബാക്കി ഞങ്ങള് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അത് ഇന്ന് ചെന്നിട്ട് ചൂടാക്കിയിട്ട് ഇന്ന് രാവിലെ അത് കുറച്ച് കഴിച്ചു. രാവിലെ അല്ല, ഉച്ചക്ക് ചെന്നിട്ട് പയറ് മുളപ്പിച്ചിട്ട് അതുകൂടെ ചേർത്തും കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സൂപ്പറായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പോഷകാഹാരങ്ങളൊക്കെ കഴിക്കുന്നത് ഭയങ്കര തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ്. അതൊന്നുമല്ല. എനിക്ക് കുറച്ച് ഷുഗറിന്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ചെക്കൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഒരുപാട് ഒഴിവാക്കി. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ചെറിയ ഫീല് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ച് കുറച്ച് കൺട്രോൾ ചെയ്യാന്ന്. ഒന്നാമതെ ഞാൻ ഒരിടയ്ക്ക് മോളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തൊക്കെ ഇൻസുലിൻ ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അന്നൊക്കെ വന്ന ബുദ്ധിമുട്ടെനിക്ക് നല്ലതായിട്ട് അറിയാം. ഞാൻ നന്നായിട്ട് പഞ്ചസാര കഴിക്കുന്ന ഒരാളായിരുന്നു. പഞ്ചസാരയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് വേറെ സംശയം, നിനക്ക് ഷുഗർ ഉള്ള ഞാനെന്തിനാ പഞ്ചസാര? അല്ല, ഇപ്പൊ ഞാൻ വീട്ടിലത് ഞാൻ അത്രയും സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഈച്ചാന് മാത്രമായിട്ട് ഉണ്ടാക്കണ്ടല്ലോ. ഈച്ചാന് തടിയൊക്കെ ഇത്തിരി കുറയട്ടെന്ന് വിചാരിച്ചല്ലേ. അതല്ലേ അതിന്റെ ശരി. അങ്ങനെ ഭാര്യയ്ക്ക് വേണ്ടിയുണ്ടോ ഷുഗർ ഇല്ലാത്ത ഞാൻ പഞ്ചസാര കഴിക്കുന്നില്ല. എനിക്ക് ഷുഗർ ഇല്ല. ഷുഗർ ഉണ്ടോന്ന് എനിക്ക് ഡൗട്ട്. ഞാൻ ചെക്ക് പോലും ചെയ്ത് നോക്കിയിട്ടില്ല. ഷുഗർ ഉണ്ട്. എനിക്ക് ഷുഗർ വരുവാണെങ്കിൽ ഷുഗറിന്റെ ആരംഭം എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. എന്റെ കൈകാലം നന്നായിട്ട് കഴപ്പായിരിക്കും, ഭയങ്കര കഴപ്പായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാല് പെരുത്ത് കയറി വരും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അന്നേരം എനിക്ക് അറിയാം, ഒന്നെങ്കിൽ ബിപിയുടെ പ്രശ്നം അല്ലെങ്കിൽ ഷുഗറിന്റെ പ്രശ്നം. എനിക്ക് ദൈവഭാഗ്യമുണ്ട്, ഷുഗറും ഇല്ല, കൊളസ്ട്രോൾ ഇല്ല. ഇത്രയും ചെറുപ്പത്തിലെ എനിക്കൊരു രോഗിയാകാൻ വയ്യ. ഇതിന് യൂറിക് ആസിഡ് ഉണ്ട് കേട്ടോ. അയ്യോ എനിക്ക് വയ്യ. അതങ്ങോട്ട് തണുപ്പ് കാലം മാറി ഇങ്ങോട്ട് ചൂട് സ്റ്റാർട്ട് ആവുമ്പോഴത്തേക്ക് യൂറിക് ആസിഡിന്റെ അസുഖം തുടങ്ങും. എല്ലാ ദിവസവും ഉണ്ട് കാലിന് വേദന, ഭയങ്കര വേദന കേട്ടോ. ഇത് കുത്തുന്നതാണല്ലേ, മുള്ളു കുത്തുന്നതാണ്. അത് കൂടിക്കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ ദിവസവും കാലിന് വേദനയൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ പറയാറില്ല, അയ്യോ ഭയങ്കര വേദനയാണ് എന്നും പറഞ്ഞു കഴിച്ചാനിപ്പോ പറയാനേ തോന്നുന്നില്ല. ആ വേദനയും കൊണ്ടങ്ങ് നടക്കുക. അതല്ല ഞങ്ങൾ ഈ തണുപ്പത്തല്ലേ ഞാൻ ആഗ്രഹിക്കും ആരെങ്കിലും ഒന്ന് കാലൊന്ന് മസാജ് ചെയ്ത് തന്നാലോ എന്ന്. ഞാൻ അതിനേക്കാളിലും കാല് കടിച്ചിട്ടാണ് ജോലി കഴിഞ്ഞ് വരുന്നത്. അപ്പൊ എന്റെ കാലൊന്ന് മസാജ് ചെയ്ത് എന്നാലും നല്ലായിരുന്നു ഞാനും ആഗ്രഹിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഒന്നുകൂടെ ഒന്ന് കെട്ടിയാലോ, ഒരു മസാജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്റെ കാല്. നിങ്ങൾ കെട്ടേണ്ട കാര്യമില്ല, മസാജ് സെന്ററിൽ അങ്ങോട്ട് പോയാ പോരെ. അല്ലെങ്കിൽ ഒന്ന് കെട്ടാൻ പറ, നിങ്ങൾ കെട്ടാൻ പറ. കെട്ടി കഴിഞ്ഞിട്ട് വരുമ്പോ എനിക്കൂടെ ഒന്ന് മസാജ് ചെയ്ത് തരുമല്ലോ. ഇല്ല, ഒന്നിൽ പഴച്ച മൂന്നിൽ വേണ്ട ഒരു ഇല്ല. ഇനി ഒരു കല്യാണം വേണ്ട. കല്യാണമേ മടുത്തു. ആരും കല്യാണം കഴിക്കല്ലേ ഗൈസ്. അപ്പോഴെന്താ പറയാ, ഇനി ഞങ്ങള് നടന്നു പോട്ടെ. ജോലിക്ക് എത്താറായിട്ടുണ്ട്. ജോലിക്ക് പോകേണ്ട ഭയങ്കര വെയിലാട്ടോ. ഞങ്ങൾ കാണിച്ചു തരാം. വെയിലത്ത് ഈ കോട്ടിട്ടോണ്ട് ഇങ്ങനെ നടക്കേണ്ട ഒരു അവസ്ഥയെ നടന്ന് പോവുക. ഞങ്ങളാണ്ട് ആ പുറകിൽ കാണുന്ന മരത്തിന്റെ തണലെത്താൻ നിന്നത്. നല്ല വെയിലുണ്ട് കേട്ടോ. വെയിൽ കാരണം ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ബിൻസിയും എന്റെ നിഴലും നടന്നു പോകുന്നു ഒരുമിച്ച്. എന്റെ നിഴൽ അവളുടെ ഒപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ. ചുറ്റി കറങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട്. അതെ, ഞങ്ങളുടെ ഷോർട്ട് കട്ട് അതുവഴിയായിരുന്നു. പക്ഷെ അവിടെ മുള്ളുണ്ട്, ചെറിയ മുള്ളുണ്ട്. അവിടെ മൊത്തം ചെറിയ മുള്ളുണ്ട്. അത് ചെരുപ്പി തറച്ചിരുന്ന് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് അറിയത്തൂല. നടക്കുമ്പോ കാലെ കൊണ്ട് കയറും. അതുകൊണ്ട് ഈ മണ്ണിൽ കൂടെ ഒന്നും കയറി നടക്കാത്തത്. ഇതിങ്ങനെ വണ്ടി പോയി ഇവിടെ എല്ലാം നല്ല സ്ഥലമായി, നല്ല റോഡായി. ഇതൊക്കെ മുള്ളുചെടി കണ്ടോ, മരുഭൂമി സ്പെഷ്യൽ മുള്ളുചെടി കണ്ടോ. ബൈ ബൈ പറ നീ. അപ്പൊ ഇനി കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല. വെയിലടിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.